ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എപ്പോഴെങ്കിലും ഒരു വലിയ ആഗ്രഹം അമ്മയോട് ഈ മോള് പറഞ്ഞു കേട്ടിട്ടുണ്ടോ? എന്തെങ്കിലും കണ്ട് കൊതിച്ചിട്ടുണ്ടോ? ജയറിന്റെ പണം കണ്ട് കൊതിക്കാൻ അത്രയ്ക്ക് മോശമാണ് അമ്മേ ഞാൻ. പിന്നെ എന്തിനാ നീ അവനെ അനുസരിക്കുന്നത്? ജീവ, ഐ എം സോറി. അവര് നിനക്കെതിരെ ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കുമ്പോ എനിക്കൊരു ബിസിനസ്സുകാരനാവാൻ പറ്റില്ല. കാരണം ഞാനൊരു അച്ഛനാ. അവരെന്താന്ന് വെച്ചാൽ ചെയ്യട്ടെ, നമുക്ക് നേരിടാം. അച്ഛൻ നിന്റെ കൂടെ തന്നെ ഉണ്ടോ? പറയാൻ പറ്റോ ജെആറിന്റെ സാമ്പത്തിക സോഴ്സ് എന്താണെന്ന്? അത് നിങ്ങളോട് ബോധിപ്പിച്ചിട്ട് എന്താ കാര്യം? അല്ല, നിങ്ങളൊക്കെ ആരാ? ഈ സമൂഹത്തിലെ ജഡ്ജിമാരോ? ഞാൻ നിങ്ങളെ വെല്ലുവിളിക്കുന്നു. ജെആറിന്റെ സമ്പത്തിനെ കുറിച്ച് എന്തെങ്കിലും അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് പറ്റുമോ? നിങ്ങൾക്ക് വേണ്ട. ഈ പോലീസ് ഉണ്ടല്ലോ, രാഷ്ട്രീയക്കാരുണ്ടല്ലോ. നമസ്കാരം. കേറി വാ. വാ. ഇരിക്കെ. ഹരി കണ്ടില്ലേ ജെആറിന്റെ ഓഫീസിലെ പത്രസമ്മേളനം? ഞങ്ങൾ കണ്ടോണ്ടിരിക്കുകയായിരുന്നു. മകൻ മീഡിയാസിന്റെ മുമ്പിൽ അല്പം മിതത്വം കാണിച്ചപ്പോ അച്ഛനത് കാണിക്കാൻ പറ്റിയില്ല. അയാള് കാണിച്ച ആവേശമാ ഇനി മകന്റെ ഗതി തീരുമാനിക്കുന്നത്. അവർക്കുള്ള കുഴി അവര് തന്നെ കുഴിച്ചതാ. ഇത്രയും വലിയൊരു വെല്ലുവിളിയൊക്കെ നടത്തിയതുകൊണ്ട് ഇനി മീഡിയാസ് വെറുതെ ഇരിക്കുവോ? പോലീസിന് വെറുതെ ഇരിക്കാൻ പറ്റുമോ? മന്ത്രിമാർക്ക് സ്വസ്ഥമായിട്ടിരിക്കാൻ പറ്റുമോ? താൻ നോക്കിക്കോ ഹരി, വിത്തിൻ ഡേയ്സ് ജെആറിന്റെ കാര്യത്തിന് മന്ത്രിസഭ അന്വേഷണ ഉത്തരവ് ഇട്ടിരിക്കും. അനന്ത, തന്റെ ഈ ഓട്ടവും ചാട്ടവും ഒക്കെ കണ്ടപ്പോഴേ ഇത്ര പെട്ടെന്ന് ഇങ്ങനെ കാര്യങ്ങൾ എത്തിക്കപ്പെടുമെന്ന് ഞാൻ കരുതിയില്ല കേട്ടോ. അല്ല, ഈ വാർത്തയുടെ ശുദ്ധി അത് സത്യം തന്നെയാണല്ലോ. ഇവിടെ പലരും അവരവരുടെ പൊസിഷനിൽ ഇരിക്കുന്നത് വാർത്തകൾ കൊണ്ട് മാത്ര. അതിന്റെ കോളുകൾ അറിയാത്തതുകൊണ്ടാ അമ്മാവൻ ഈ പറയുന്നേ. അല്ല ഹരി, ഞാൻ ഇത്രയൊക്കെ പറഞ്ഞിട്ടും തനിക്കെന്തോടെ ഒരു ആവേശമില്ലാത്ത? ആവേശമില്ലാത്തതുകൊണ്ടൊന്നുമല്ല. അമിതമായ ആവേശം എന്നും പ്രശ്നങ്ങളെ ഉണ്ടാക്കിയിട്ടുള്ളൂ. പക്വത കാണിക്കാൻ ചിലപ്പോ അങ്ങനെയൊക്കെ പറയാം. പക്ഷേ എന്റെ പോളിസി ഞാൻ പറയാം. ശത്രു വീണ ഞാൻ ആഘോഷിക്കും. ഏത് രീതിയിൽ വേണമെങ്കിലും ആഘോഷിക്കും. ഇന്ന് രാത്രി ആ ചോദ്യം ചോദിച്ചവന്മാർക്ക് ഞാനൊരു പാർട്ടി അറേഞ്ച് ചെയ്തിരിക്കുക. ഞാൻ അവരുടെ കൂടെ കുടിക്കും. ബോധം കെടുന്നവരെ കുടിക്കും. അല്ലാതെ എന്താടോ ജീവിതത്തിനൊരു സന്തോഷം? താൻ വരുന്ന ഈവനിങ് പോണുണ്ടോടാ? ഇല്ല, ഞാൻ വന്ന നിങ്ങൾക്കൊരു ബാധ്യതയാവത്തേ ഉള്ളൂ. ഓക്കെ. എടോ, ഈ ഡേറ്റും അവരുടെ ഓഫീസിൽ പത്രസമ്മേളനം നടന്ന സമയവും താനൊന്ന് കുറിച്ചു വെച്ചോ. ഇവിടുന്ന് അങ്ങോട്ട് ജെആറിന്റെ യാത്ര താഴോട്ടാ ഹരി, അത് ഉറപ്പാ. എന്നാ പിന്നെ ഞാൻ ഇറങ്ങിക്കോട്ടെ. കുറച്ച് തിരക്കുണ്ടേ.
എന്നോട് എന്തെങ്കിലും പറയാൻ ഇത്രയും സമയം ആലോചിക്കേണ്ടി വന്നെങ്കിൽ ഇനി പറയാൻ പോകുന്നത് കള്ളമാണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് എനിക്കത് കേൾക്കണ്ട. അമ്മേ, അമ്മ ശരവണനോട് പറഞ്ഞതൊക്കെ ഞാൻ കേട്ടു. അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ അമ്മയുടെ സ്നേഹത്തിൽ നിന്ന് അകന്നു പോകാൻ എനിക്ക് കഴിയുമെന്ന്? എപ്പോഴെങ്കിലും ഒരു വലിയ ആഗ്രഹം അമ്മയോട് ഈ മോള് പറഞ്ഞു കേട്ടിട്ടുണ്ടോ? എന്തെങ്കിലും കണ്ട് കൊതിച്ചിട്ടുണ്ടോ? ജയറിന്റെ പണം കണ്ട് കൊതിക്കാൻ അത്രയ്ക്ക് മോശമാണ് അമ്മേ ഞാൻ. പിന്നെ എന്തിനാ നീ അവനെ അനുസരിക്കുന്നത്? ഹരിയോട് മുഖം കറുപ്പിച്ച് പെരുമാറുന്നത് എന്തിനാ? ഉത്തരവില്ലല്ലോ നിനക്ക്. എത്രയൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇവിടെ എത്തിയതെന്ന് അറിയാലോ നിനക്ക്. മരണത്തെ പേടിച്ച് രാത്രിയുടെ ഇരുട്ടിൽ നിന്നെ ചേർത്ത് പിടിച്ചാ ഞാൻ നടന്നത്. അന്ന് നമ്മൾ പേടിച്ചത് അവന്റെ കൊലക്കത്തിയാ. ഇന്ന് നീ അവനെ അനുസരിക്കുന്നത് കാണുമ്പോ, അവന് ഭക്ഷണം വിളമ്പി കൊടുക്കുന്നത് കാണുമ്പോ, പത്രക്കാരുടെ മുൻപിൽ പോലും അവനെ ന്യായീകരിക്കാൻ വേണ്ടി ഇറങ്ങി നിൽക്കുന്നത് കാണുമ്പോ ഞാൻ വേറെ എന്താ വിചാരിക്കേണ്ടത്? അമ്മേ, ഹരിയോട് ഞാൻ അടുത്താല് നമുക്ക് ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടാവും. മനസ്സ് വേദനിച്ചുകൊണ്ട് തന്നെയാ ഹരിയുടെ മുന്നിൽ ഞാൻ ഇങ്ങനെ പെരുമാറുന്നത്. എനിക്കൊരിക്കലും ഹരിയെ മറക്കാൻ പറ്റില്ല. ജീവിച്ചു എന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത് ഹരിയുടെ കൂടെയുള്ള കുറച്ച് ദിവസങ്ങൾ മാത്രം. എന്റെ മരണത്തിനെ പേടിച്ച് ഞാൻ ഒരു തീരുമാനം എടുക്കില്ല. ഞാൻ എല്ലാവരെയും കുറിച്ചാ ചിന്തിക്കുന്നത്. ഈ കോലാഹലങ്ങളൊക്കെ ഒരു ദിവസം അവസാനിക്കും. അന്ന് ആർക്കും ഒന്നും നഷ്ടപ്പെടരുത്. സ്നേഹവും സ്നേഹിക്കപ്പെടുന്നവരും ഒന്നും. തൽക്കാലം എനിക്ക് അയാൾ അനുസരിച്ചേ പറ്റൂ അമ്മ. എന്റെ ഹരിയെ രക്ഷിക്കാൻ അല്ലാതെ വേറൊരു മാർഗവും എന്റെ മുന്നിൽ ഇല്ലാത്തതുകൊണ്ടാ. അമ്മ വേദനിക്കാതിരിക്കാൻ വേറൊരു നിവൃത്തി എന്റെ മുന്നിൽ ഇല്ലാത്തതുകൊണ്ടാ. അമ്മ എന്നോട് പോർക്ക്. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാമേ, എത്രയും പെട്ടെന്ന് ഇതൊക്കെ മാറ്റിത്തരാൻ. സത്യമായിട്ടും ടിവിയിലെ വാർത്തയൊക്കെ കണ്ടപ്പോ അയാൾക്കെതിരെ അന്വേഷണം വരുമെന്നും നമുക്കിടയെന്നും അയാളെ പിടിച്ചോണ്ട് പോകുന്നൊക്കെ തന്നെയാ ഞാനും വിശ്വസിക്കുന്നത്. മധുര നൊമ്പരക്കാറ്റ്